ലൈക്ക് അടിക്കണേ. അപ്പം ആരൊന്നും പറയാത്ത സ്ഥിതിക്ക് ഞാനൊരു ആനയുടെയും കയറിൻ്റെയും കഥയാണ് പറയുന്നത്. ഒരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ്. ഒരാൾ ഒരു ആനക്കോട്ടയിലേക്കൂടെ നടക്കുകയായിരുന്നു. അവിടെ ആനകളെ കൂട്ടിലിടുകയോ ചങ്ങലയ്ക്ക് ബന്ധിച്ചിട്ടോ ഇല്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അവിടെ നിന്ന് അവ പുറത്തു പോകാതിരിക്കാൻ ഒരു കാലിൽ ഒരു ചെറിയ കയറ് കൊണ്ട് ബന്ധിച്ചിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഹലോ, ലൈവിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. എന്തുകൊണ്ട് ആനകൾ ചെറിയ കയർ പൊട്ടിക്കാൻ പോലും ശ്രമിക്കാത്തത്? അയാൾ അത്ഭുതപ്പെട്ടു. അവയ്ക്ക് അതിന് എളുപ്പം കഴിയുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അവ അത് ചെയ്തില്ല. കാരണം എന്താണ് അതിന് കാരണമെന്ന് അയാൾക്ക് അറിയണമായിരുന്നു. ആനകൾ എന്തുകൊണ്ട് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം പോലും നടക്കാതെ നിൽക്കുന്നതെന്ന് അടുത്തു നിന്ന ഒരു പരിശീലകനോട് അദ്ദേഹം ചോദിച്ചു. പരിശീലകൻ മറുപടി പറഞ്ഞു, ആന കുഞ്ഞായിരുന്നത് മുതൽ ഇതേ വലിപ്പത്തിലുള്ള കയറാണ് ബന്ധിച്ചിരുന്നത്. ആ പ്രായത്തിൽ അവയെ തളക്കാൻ അത് മതിയായിരുന്നു. വളർന്നപ്പോഴും അവരുടെ വിചാരം കയർ പൊട്ടിക്കാൻ തങ്ങളെ കൊണ്ട് ആവില്ലെന്നാണ്. അതുകൊണ്ട് തന്നെ പൊട്ടിക്കാനുള്ള ശ്രമം അവ നടത്തുന്നില്ല. തന്നെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന വിശ്വാസം കുറേ കാലമായി മനസ്സിൽ ഉറച്ചതുകൊണ്ട് മാത്രമാണ് കയർ പൊട്ടിച്ച് ആന രക്ഷപ്പെടാൻ ശ്രമിക്കാത്തത്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ പുലർത്തുന്ന വിശ്വാസങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആകർഷണ നിയമം, ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രവർത്തനം കാരണം അവയ്ക്ക് യാഥാർത്ഥ്യങ്ങൾ സൃഷ്ടിക്കാനുള്ള ശക്തിയുണ്ട്. പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങൾ മാറ്റിയില്ലെങ്കിൽ അവ സ്വയം നിറവേറ്റപ്പെടുന്ന പ്രവചനമായി ഭവിക്കും. നമ്മൾ സ്വയം അടിച്ചേൽപ്പിച്ച് പരിമിതികളുടെ ബന്ധനം പൊട്ടിച്ച് പുറത്തു കടന്നാൽ നമുക്ക് നടക്കാനാകാതെ പോവുകയും ചെയ്യും. പരിമിതികളുടെ ലിമിറ്റ് ഭേദിച്ചിട്ട് നമുക്ക് പുറത്ത് കടക്കാനാകാതെയും ചെയ്യും. മെരിയൻ വില്യംസ് പറഞ്ഞ മാതിരി ചിന്തകളല്ലാതെ മറ്റൊന്നും നിങ്ങളെ ബന്ധനസ്ഥനാക്കുന്നില്ല. ഓക്കെ, വിശ്വാസമല്ലാതെ മറ്റൊന്നും നിങ്ങളെ നിയന്ത്രിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ആനയുടെ കഥയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് വിശ്വാസവും യാഥാർത്ഥ്യവും വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളാണ് എന്നാണ്. ജീവിതത്തിൽ നമ്മെ പിന്നോട്ട് വലിക്കുന്ന പരിമിതികൾ സൃഷ്ടിക്കുന്ന വിശ്വാസങ്ങളെ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഹലോ.